മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. റോഡ് കയ്യേറി നടക്കുന്ന തെരുവ് കച്ചവടത്തിന് നഗരസഭ ഒത്താശ ചെയ്യുകയാണെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം. ഒരാഴ്ചക്കകം നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. നമ്മൾ കരുനാഗപ്പള്ളി തന്നെ ഞങ്ങൾ എടുത്ത് പിടിയുന്നു, അതിന് ആധാരമാണ്. പക്ഷെ ഇത് നടപ്പിലാക്കാത്ത രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ കാരണം അവർക്ക് നേട്ടമുണ്ടാവാം. നമ്മളിവരെ ഇവിടുന്ന് തുടച്ചു മാറ്റാനല്ല പറയുന്നത്. ഒരു സാധുക്കളെ ആൾക്കാരുണ്ട്, നമുക്ക് അവരുടെ ഉപജീവന മാർഗമാണെങ്കിൽ അവരെ ഏത് സ്ഥലത്തേക്കും മാറ്റി പാർപ്പിക്കാം. 2014 സ്ട്രീറ്റ് വെണ്ടർ ആക്ട് പ്രകാരം നടപ്പിലാക്കുക. ഇത്രയും വർഷമായി 2014 കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു നിയമം നമ്മുടെ മുനിസിപ്പാലിറ്റി ഈ നിമിഷം വരെ നടപ്പിലാക്കിയിട്ടില്ല. ഞങ്ങളായിട്ട് തന്നെ എല്ലാം ഞങ്ങൾ പൈസ കൊടുത്തു. റോഡ് കയ്യേറി നടക്കുന്ന തെരുവ് കച്ചവടത്തിന് നഗരസഭ ഒത്താശ ചെയ്യുകയാണെന്ന് ആരോപിച്ചാണ് കരുനാഗപ്പള്ളി താലൂക്ക് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചത്. 100ഓളം പ്രവർത്തകർ മുദ്രാവാക്യങ്ങളുമായി സെക്രട്ടറിയുടെ ചേംബറിലേക്ക് എത്തുകയായിരുന്നു. ലൈസൻസും തൊഴിൽ നികുതിയും അടച്ച് നിയമാനുസൃതമായി വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങളെ അവഗണിച്ച് ദേശീയപാതയിലും മാർക്കറ്റ് റോഡിലും അനധികൃത തട്ടുകടകൾ വ്യാപകമായി പ്രവർത്തിക്കുന്നതായി അസോസിയേഷൻ ആരോപിച്ചു. പല തട്ടുകടകളും ബിനാമി ഉടമസ്ഥതയിലാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. തെരുവ് കച്ചവടക്കാർക്കെതിരെ നഗരസഭ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. വിഷയത്തിൽ MLAയും നഗരസഭാ ഭരണസമിതിയും അടിയന്തരമായി ഇടപെട്ട് അനധികൃത കച്ചവടം അവസാനിപ്പിക്കുകയും പുനരധിവാസ പദ്ധതി നടപ്പാക്കുകയും വേണമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ നടപടികൾ ആരംഭിക്കാമെന്ന് നഗരസഭാ സെക്രട്ടറി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. അസോസിയേഷൻ പ്രസിഡന്റ് സുധീർ ചോയ്സ്, സെക്രട്ടറി രഞ്ജീവ് ശേഖർ, ട്രഷറർ അനസ് സെയ്ദ, കാട്ടൂർ ബഷീർ, രാജീവൻ ഈസ്റ്റ് ഇന്ത്യ, സക്കീർ പുത്തൻവീട്ടിൽ, സജി സോഡിയാക്, ഹുസൈൻ കൊല്ലക്കാരൻ, സഹജൻ പൊയ്കയിൽ, മുഹമ്മദ് ഫൈസി, MK ഷംനാദ്, അമ്പുവിള ലത്തീഫ്, സൈബു സാബു, അനീസ് ചക്കാല, സമീർ ദന്തോ, വിജിൽ നല്ലഭൂമി, അനിൽ ഉണ്ണിത്താൻ, സിയാദ് ഐസ്പോട്ട, പ്രശാന്ത്, ജവാദ് ഷാ, ശ്രീജ VS, രാജി ചില്ലീസ്, സന ഫാത്തിമ എന്നിവർ നേതൃത്വം നൽകി. ജനങ്ങൾക്ക് സുഗമമായി സഞ്ചാരം നടത്താനുള്ള അവസ്ഥ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഹൈവേ പണിയുമായി ബന്ധപ്പെട്ട് നിരവധി ബുദ്ധിമുട്ടുണ്ട് ഉള്ളപ്പോ ഹൈവേയുടെ ഇരു സൈഡുകളിലും അനധികൃതമായി നടത്തുന്ന വഴിയോര കച്ചവടം, അത് ഒരു ആൾ തന്നെ 6ഉം 7ഉം തട്ടിട്ട് ആ ഏരിയ കൈയടക്കി വെച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ വ്യാപാരം നടത്തുന്ന ഒരു മാഫിയ സംഘമായി മാറിയിരിക്കുകയാണ്. നമ്മൾ പറയുന്നത്, ആവശ്യപ്പെടുന്നത് വ്യാപാരികൾ, അങ്ങനെയുള്ള വ്യാപാരികളെ ലൈസൻസ് കൊടുത്തുകൊണ്ട് 2014 വെണ്ടർ ആക്ട് പ്രകാരം അവരെ പുനരുദ്ധരിപ്പിക്കാനുള്ള സംവിധാനം മുനിസിപ്പാലിറ്റി നടപ്പിലാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ആ ആവശ്യവുമായി നമ്മൾ ഇന്ന് മുനിസിപ്പാലിറ്റിയിലെത്തി നമ്മളതിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ഉള്ള ആവശ്യം അറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം ഈ ഓണത്തിന് മുമ്പായി തന്നെ അടിയന്തരമായി കരുനാഗപ്പള്ളിയിലെ ഈ ട്രാഫിക് ജാം ഒഴിവാക്കി തരേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാനും സെക്രട്ടറിയും അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് നടത്തണമെന്നാണ് നമ്മുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.